Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. സോ തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ ആൻഡ് മെയിൻലി എന്ത് മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഹോപ്പ് ഐ ക്യാൻ സീ ഈ സമയം നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും ആരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും ഏതൊക്കെ സിറ്റുവേഷനിൽ വരുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഒരു എസെൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവായിരിക്കാം, നിങ്ങളുടെ സ്കില്ലായിരിക്കാം, നിങ്ങളുടെ സ്നേഹമായിരിക്കാം, നിങ്ങളുടെ പ്രസൻസ് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. സോ എസ്പെഷ്യലി വോട്ട് ഐ ക്യാൻ ഹിയർ ഇസ് നിങ്ങൾ ജോബ് ഒക്കെ നോക്കുന്ന ആളുകളാണ്, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്, എസ്പെഷ്യലി മൾട്ടിനാഷണൽ കമ്പനീസ്, IT റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ എന്തെങ്കിലും സ്കിൽ നിങ്ങൾ അതുപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്ത് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വളരെ ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ ഒരു സമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ഇന്റർവ്യൂ ആയിരിക്കാം, ഓർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ആയിരിക്കാം, ഓൾറൈറ്റ്, ഓർ നിങ്ങൾ സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഈ സമയം നിങ്ങൾക്ക് എത്രമാത്രം അത് വർക്ക് ആവുന്നുണ്ടെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഇസ് ആക്ച്വലി വർക്കിംഗ് ഫോർ യു. ഓൾറൈറ്റ്. സോ എസ്പെഷ്യലി ഐ കെൻ സി നിങ്ങൾ ചില ഇന്റർവ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള പ്രപ്പോസൽസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി ജോബ്, ബെറ്റർ ആയിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, ഫൈനാൻഷ്യലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ നിങ്ങൾ ആക്ച്വലി ഈ ഒരു സമയത്ത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏത് ഏരിയയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് വളരെ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. നിങ്ങൾ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ പവർഫുൾ ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ അതും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ട്, അത് വർക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ അത് വർക്ക് ആവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സൊന്ന് റീകണക്ട് ചെയ്യാൻ വേണ്ടി, മനസ്സൊന്ന് പീസ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. റൈറ്റ്. സോ അതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാം. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണക്ട് ആവുന്നുണ്ടോ, അത് ശരിക്കും വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മടുപ്പ് ഉണ്ടായിരിക്കാം. എന്തിനാണ് എഫേർട്ട് കൊടുക്കുന്നത്, ഇത് ശരിയാവോ ഇല്ലയോ, ശ്രമിക്കണോ വേണ്ടയോ, ടൈം പോവോ എന്നുള്ള ഒരുപാട് കൺസേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫൈനാൻസ്, ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ബ്രേക്ക് എടുക്കുക. കാരണം നിങ്ങൾ കൊടുത്ത എഫേർട്ട് ഡെഫിനറ്റ്ലി അവിടെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും. സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. What you need to hear. Truth. നിങ്ങളുടെ ഒരു ശ്രമത്തിന്റെ ഒരു റിയൽ ഫേസ് എന്താന്നുള്ളതൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യത്തിന്റെ റിസൾട്ട് ഈ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ വളരെ ബ്ലെസ്ഡ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ വളരെ ടാലന്റഡ് ആണ് നിങ്ങൾ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ചില സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സമയം പോകുന്ന ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ സ്വയം നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, സിറ്റുവേഷൻ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. നിങ്ങൾ സെൽഫ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ ഓക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നുള്ളതല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ സെൽഫ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചില ആളുകൾ വളരെ നല്ല രീതിയിൽ, ഈവൻ നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണോ, നന്നായിട്ട് വരുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും
ചില ആളുകൾ അത് സ്റ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ അതൊരു റിസൾട്ടിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വർത്ത് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നത്, അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു വാല്യൂ കൂട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ എവിടെയാണോ നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്നതും എന്നുള്ളത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു എഫേർട്ട് കൊടുക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒന്നും ചെയ്യാണ്ടേ ഇരിക്കുന്ന ഒരാളും അനാവശ്യമായിട്ടുള്ള ഒരു പ്ലേസിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്ന ആളും സെയിം റിസൾട്ട് ആണ് അവിടുന്ന് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ എന്താ എന്നുള്ളത്. സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇൻസ്റ്റീഡ് ഈ ഒരു സമയത്ത് എന്തിലേക്കാണോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓൾറൈറ്റ്, എസ്പെഷ്യലി നിങ്ങൾ ആളുകളിലൊക്കെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ഒരു സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മണിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വാല്യൂ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മൂല്യം കൂട്ടുന്ന കാര്യത്തിലേക്ക് വേണം നിങ്ങൾ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യാൻ. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും സ്റ്റിൽ വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം ചില ആളുകൾ ജെന്യൂൻലി വർക്ക് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഡിസേർവ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അതിന്റെ ഒരു ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒരുപാട് നനച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നൊരു സീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ എഫേർട്ട് എവിടെയും പോകുന്നില്ല, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് ഒന്നും ഇല്ലാണ്ടായി പോയെന്ന് തോന്നുന്ന ഒരു കാര്യം അത് എവിടെയും പോകുന്നില്ല. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഒരു ടൈമിലെ എഫേർട്ടൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ, ആ ഒരു കാര്യം ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്കുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ ആണ്. ചില ആളുകൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചില ഹോപ്പ് വെക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ അത് നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ അൺഫോൾഡ് ആവാനുള്ള ഒരു ടൈം കൊടുക്കുക. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. സോ ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാതെ ആ ഒരു കാര്യങ്ങള് നിങ്ങൾക്ക് ഫേവർ ആയിട്ട് സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഫിക്സ് ചെയ്യാനോ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടൈം, എനർജി, എഫേർട്ട്, അല്ലെങ്കിൽ അതിലൊരുപാട് ഫാന്റസി വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിലൊരുപാട് ഹോപ്പ് വെച്ചിട്ട് ജീവിക്കാതിരിക്കുക. ഓൾറൈറ്റ്, സോ ഇൻസ്റ്റീഡ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളെ തന്നെ ഡിറ്റാച്ച്ഡ് ആക്കി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ഹോപ്പാണ് നിങ്ങൾ ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, സോ ചില ആളുകളുടെ മേലെ നിങ്ങൾ ഹോപ്പ് വെക്കാതിരിക്കുക. ഓക്കെ, ഐ നോ ഇത് ചില ആളുകൾക്ക് ട്രിഗർ ആക്കുന്ന ചില കാര്യങ്ങളാണ്, മേ ബി കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളാണ്, പക്ഷെ ഈ സമയം നിങ്ങൾ ആളുകളുടെ മേലെ ഹോപ്പ് വെക്കാതിരിക്കുക. സോ ഇൻസ്റ്റീഡ് നിങ്ങളുടെ കഴിവില് നിങ്ങൾ ഹോപ്പ് വെക്കുക. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ആണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ പോകുന്ന അവസ്ഥ, റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ഈ പോകുന്ന ഒരു അവസ്ഥ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വർത്ത്, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു മൊമെന്റ് എന്ന് പറയുന്നത്. അതിലാണ് നിങ്ങൾ ഹോപ്പ് വെക്കേണ്ടത്. നിങ്ങളുടെ മേലാണ് ഹോപ്പ് വെക്കേണ്ടത്. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒട്ടും സംഭവിക്കാത്ത ഒരു കാര്യത്തില് നിങ്ങൾക്ക് എല്ലാവിധ കൺഫർമേഷനും കിട്ടിയിട്ടില്ല, എല്ലാവിധ റെഡ് ഫ്ലാഗും കിട്ടിയിട്ടുള്ള ഒരു പ്ലേസിൽ സ്റ്റിൽ വലിയൊരു ഹോപ്പ് വെക്കാതെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ആ ഒരു കൺഫർമേഷൻ ആണ്, ആ ഒരു ഹോപ്പാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി വീണ്ടും സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും
എന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾ സ്വയം കൊടുക്കേണ്ടത്. ഓക്കെ, സോ അല്ലാതെ ചില ഫാന്റസിയിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക, റിലേഷൻഷിപ്പ് ഫാന്റസിയിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക. ചില കാര്യത്തിന് എഫേർട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാം എവിടെ എഫേർട്ട് കൊടുക്കണം, എവിടെ എഫേർട്ട് ഇനി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അറിയാം. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ നിങ്ങളെ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു അടിത്തറ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറച്ച പ്ലേസ് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. ആൻഡ് മോർ ഓവർ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, ഡീൽ ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ പല കാര്യങ്ങളും കാണുന്നതും, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ പല ആളുകൾ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു വേർത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേർത്ത് ആയിട്ടും തോന്നുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വേർത്ത്ലെസ് ആയിട്ടും തോന്നുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ എങ്ങനെ ആളുകൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വയം മനസ്സിലാക്കുക, അംഗീകരിക്കുക, സ്വയം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈവൻ നിങ്ങൾ ചില പ്ലേസിൽ മേ ബി നിങ്ങൾ റോങ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കാം ജെന്യൂൻലി എഫേർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് സ്റ്റിൽ അത് എവിടെയും പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിന്, ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ റൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കോ ആളുകളിലേക്കോ നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഒരാളും ഈ ഒരു സമയത്ത് നിങ്ങളെ വിഷമിപ്പിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ജോബിൽ എന്തെങ്കിലും നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ, ഓർ എന്തെങ്കിലും കാര്യം ഹോൾഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയിട്ടില്ല, നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഡോണ്ട് വറി, മാർക്ക് മൈ വേർഡ്, നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് കേൾക്കും. ഓക്കെ, സോ നിങ്ങൾ ജെന്യൂൻലി സോ നിങ്ങൾ അത്ര എഫേർട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എവിടെയും പോവില്ല. അത് അതിന്റെ ഏറ്റവും ഒരു എക്സ്ട്രാ മടങ്ങായിട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ ജോബ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ വരാനുണ്ട് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, സോ ജോബ്, ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വയം അഭിമാനിക്കാൻ പറ്റുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇമോഷൻസ്, നിങ്ങളുടെ സാക്രൽ എനർജി നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഓർ നിങ്ങളുടെ ഒരു സാക്രൽ ഹാബിറ്റ് എങ്ങനെയാണ്, സോ നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാക്രൽ എനർജി ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, റൈറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.